ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ. എന്തായാലും ഇതിനേക്ക് പുഡിങ് വേണം. എന്നാൽ പിന്നെ ഈ റെസിപ്പി തന്നെ ആയിക്കോളി. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക ഒക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് കുറച്ച് പിസ്തയാണ്. ഒരു 150 ഗ്രാം പിസ്ത ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യുക, തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുക്കാം. തൊലി കളയുമ്പോഴേ ആ ഒരു പിസ്തൻ്റെ മേലെ ഉണ്ടാവും ചെറിയതായിട്ടൊരു തൊലി, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ആദ്യം തൊണ്ട് കളഞ്ഞെടുക്കലാണ് കുറച്ച് ടാസ്ക്, ബാക്കിയെല്ലാം ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ കളഞ്ഞെടുക്കുന്നുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, നേരെ മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒന്നൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ആ മേലുള്ള തൊലിയും കൂടി കളഞ്ഞാലില്ലേ നല്ലൊരു കളറിൽ കിട്ടും കേട്ടോ. ആ പിസ്തൻ്റെ നല്ല ഗ്രീൻ കളറില്ലേ, ആ കളറിൽ കിട്ടും. നമ്മളത് ഫുള്ളായിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വന്നാൽ മതി. ഇതേപോലെ നല്ല പോലെ പൊടിഞ്ഞിക്കൊന്നുമില്ല. ഇതൊന്ന് എന്ത് ചെയ്യുക, നമുക്ക് കുറച്ച് മാറ്റി വെക്കണം. നമുക്ക് ഇതിലേക്ക് അതിൻ്റെ മിക്സിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 3 ടീസ്പൂണ് മാറ്റി വെച്ചോളി. ഇത് കുറച്ച് ടീസ്പൂണിലും കൂടുതൽ ഒരു 3.5 ടീസ്പൂണൊക്കെ മാറ്റി വെച്ചോളി കേട്ടോ. അപ്പം ഇത് അടക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിലെ നല്ല പോലെ പൊടിഞ്ഞിക്കൊന്നുമില്ല. നല്ല പോലെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിതാ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് അടിച്ചെടുക്കുക. ഈ പിസ്തയിലില്ലേ കുറച്ച് എണ്ണമയം കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ അതിങ്ങനെ കട്ട കുത്തി കിടക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഉള്ളിൽ നിന്നൊക്കെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഇത് നല്ല കട്ടയായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചേനു. അപ്പോൾ പണി പാളി, മേലത്തെ മൂടി വരെ അതങ്ങോട്ട് തുറന്നപ്പോൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ ഇതങ്ങോട്ട് പൊളിച്ചെടുക്കാൻ പണിയേനു. അപ്പോൾ അത് കത്രിക വെച്ച് മുറിച്ചിട്ട് അതിന് പകുതി എടുക്കുന്നുണ്ട് ഫ്രഷ് ക്രീം. ഒരു ഫ്രഷ് ക്രീം ഫുള്ള് വേണ്ട, പകുതി മാത്രം നല്ല ഐസാക്കിയിട്ട് എടുക്കുക. അതാകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് എന്താ പറയുക, നല്ല ക്രീമി ആയിട്ട് കിട്ടും. അതിനകത്തിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഇതും നിങ്ങളടുത്ത് ഉള്ളതിനനുസരിച്ച് പഞ്ചസാരൻ്റെ അളവ് കുറച്ചിട്ട് ഇത് കൂടുതൽ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഉള്ളതിന് ആവശ്യാനുസരണം കൂട്ടി കുറച്ച് കിട്ടോളി. ഇനി ഇതെല്ലാം കൂടെ നല്ല എന്താ പറയുക, നല്ലോണം കറക്കി അങ്ങോട്ട് എടുക്കുക. ആ ഐസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒന്ന് അടിച്ചെടുക്കുക, പിന്നെയും ഓഫാക്കുക, പിന്നെയും അടിച്ചെടുക്കുക, അങ്ങനെ വേണം ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് ഇനി ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ പാല് കട്ടയാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കട്ടപ്പാൽ തന്നെ വേണേ, അതാണെങ്കിലാണ് നല്ല ക്രീമി ആയിട്ട് നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതിയേ. അപ്പോൾ നമ്മൾ ക്രീമി ആയിട്ടുള്ള നമ്മൾ പിസ്താഷ്യോ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് രണ്ടാടെ മാറ്റി വെക്കാം. ഇനി വേണ്ടത് വെർമസെല്ലിയാണ് കേട്ടോ. ഇത് നേർങ്ങനെയുള്ള വെർമസെല്ലി നോക്കിയെടുക്കുക. സാധാരണ സേമിയ എടുത്താൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കമ്പനീൻ്റെ വെർമസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതും കുറച്ചെടുക്കുക, നിങ്ങൾക്ക് വേണ്ടത് അത്ര അനുസരിച്ചെടുക്കുക കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെർമസെല്ലി അടക്കട്ടെ. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് പാൻ ചൂടായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബട്ടർ നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് മെൽറ്റായ ബട്ടറിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെർമസെല്ലി ഇല്ലേ, ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടാട്ടോ. ഇന്ത്യയിൽ കുറച്ചേ ഉണ്ടതിനുള്ളൂ, അപ്പോൾ ഉള്ളത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിങ്ങനെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലോണം റോസ്റ്റ് ആവണം, കരിയരുത്. നല്ലപോലെ റോസ്റ്റ് ആക്കിയിട്ടാൽ മതി. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല പോലെ അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിയരുത്, ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ അതടായുണ്ട്, അതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മളെ വിപ്പിംഗ് ക്രീമില്ലേ, അതും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഞാൻ പൊടിയാണ് കേട്ടോ, അതിൻ്റെ പൗഡറാണ് വാങ്ങിയിട്ടുണ്ടേനെ. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സോളം പാലുമാണ് കേട്ടോ. നല്ല തണുത്ത പാലെടുത്തിട്ട് അതും നല്ല പോലെ വിപ്പ് ചെയ്തെടുക്കുക. വിപ്പ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ കട്ട ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി കൊടുത്താൽ മതി, പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ. ഇത് നല്ലപോലെ വിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് മിൽക്ക് മെയ്ഡ് തന്നെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കേണ്ട കേട്ടോ. മിൽക്ക് മെയ്ഡ് തന്നെ ചേർത്താലാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതോടെ ചേർത്തിട്ട് പിന്നെ നല്ലപോലെ ഒന്നുകൂടെ അങ്ങോട്ട് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ എന്താ പറയുക, നല്ല തിക്കായിട്ട് വേണം കേട്ടോ ഈ വിപ്പിംഗ് ക്രീം കിട്ടാൻ. അതും അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സംഭവം കൂടി വേണം, നമ്മൾ ബ്രെഡ്
അതും കൂടെ എടുക്കുക. എന്നിട്ടില്ലേ ബ്രെഡ് നമുക്ക് ഗ്ലാസ് എടുക്കുക. എന്നിട്ട് ഗ്ലാസ് കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ട്രേയിലാണെങ്കിൽ പുഡിംഗ് ട്രേയിലാണെങ്കിൽ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതിയാവുമേ. അപ്പോൾ അതും സെറ്റായി ഉണ്ട്. നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ട്രേയിലാണെങ്കിൽ ആ ഒരു സൈഡ് ഭാഗമെല്ലാം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ട്രേയിൽ സെറ്റാക്കി എടുത്താൽ മതി. എനിക്ക് കുറച്ച് പാല് വേണേ. പാലും കൂടെ അവിടെ മാറ്റി വെക്കുന്നുണ്ട്, തണുത്ത പാല്. നമ്മൾ വെർമസല്ലി ഇല്ലേ, നല്ല റോസ്റ്റ് ചെയ്ത് വെച്ച് വെർമസല്ലി അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചധികം അങ്ങനെ വെച്ച് കൊടുത്തോളി. കുറേ അങ്ങോട്ട് വെക്കേണ്ട, കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ബ്രെഡിൻ്റെ പീസില്ലേ അത് പാലിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ സെറ്റാക്കി എടുക്കുക. പാല് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് സെറ്റാക്കാം. ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഗ്ലാസ് തന്നെ വേണ്ട, നിങ്ങളടുത്തുള്ള എന്താണ്, ബൗളാണോ ട്രേ ആണോ എന്തിൽ വേണമെങ്കിലും സെറ്റാക്കി എടുക്കുക. അപ്പോൾ അതും ഒന്ന് അമർത്തി തന്നെ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ക്രീമില്ലേ, പിസ്താഷ്യോ ക്രീം, ഈ ക്രീമില്ലേ ബ്രെഡിൻ്റെ കൂടെ ഇങ്ങനെ സെറ്റാക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി പിസ്താഷ്യോൻ്റെ ക്രീം കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും അങ്ങനെ സെറ്റാക്കി കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിലേ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഈ പിസ്താഷ്യോ ക്രീമും അതുപോലെ ഈ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ സെറ്റാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആവും, അത് നമ്മൾ കൈകൊണ്ട് തുടച്ച് മാറ്റി തന്നെ ചെയ്യണം. അപ്പോൾ വിപ്പിംഗ് ക്രീമും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് ഒന്നുകൂടെ വെർമസല്ലി വെച്ച് കൊടുക്കാം. കുറച്ച് അധിക കട്ടിയിൽ വെക്കാണ്ട് കുറച്ച് തിന്നായിട്ട് വേണം എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് വെച്ച് കൊടുക്കാനേ. ഇനി നമുക്ക് ഒന്നുകൂടെ നമ്മൾ ബ്രെഡില്ലേ അത് പാലിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് അതുകൂടെ വെച്ച് കൊടുക്കുക. നമ്മൾ വെക്കുമ്പോഴല്ലേ കുറച്ചിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക, കുറച്ച് അമർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെയും നമ്മൾ പിസ്താഷ്യോ അല്ലേ അത് കുറച്ച് അധികം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക, പുറത്ത് കളയാണ്ട് കുറച്ചധികം ഒഴിച്ച് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നാളെ പെരുന്നാളാണെന്ന് പറഞ്ഞ് നാളെ ആണെങ്കിലും നിങ്ങൾ പിന്നീട് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അത് ലാസ്റ്റായിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞാൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അത് ഇങ്ങനെ എങ്ങനെയൊക്കെയോ സെറ്റാക്കി വെച്ചാണ്. പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പിസ്തൻ്റെ മിക്സില്ലേ അതും കൂടെ ഇങ്ങനെ മേലേക്ക് വെച്ച് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല പൊഞ്ചുണ്ടേന് കാണാൻ, നല്ല കഴിക്കാനും നല്ല പൊഞ്ചുണ്ടേനെ. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇത് നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോഴല്ലേ നല്ല തണുപ്പിച്ചതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുട്ടികളില്ലേ ഇത് നമ്മൾ വെക്കുന്നത് മാത്രമേ അറിയുള്ളൂ, കുട്ടികൾ കഴിച്ച് തീർക്കുന്ന വഴിയേ അറിയില്ല. നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനില്ലേ ഇത് ആദ്യം തന്നെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് തണുപ്പിച്ചിട്ട് പിന്നെ നമ്മൾ എടുത്തീനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കളിതങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയെ. എൻ്റെ ചെറുതില്ലേ മൂത്തവന് കൊടുക്കാൻ തന്നെ സമ്മതിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.